ഉള്ളത് മസനഗുഡിയാണ്. ഇന്നലെ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അത് കഴിഞ്ഞ് ഗൂഡല്ലൂർ എത്തി. ഒരു 12 മണി 1 മണി ആ ടൈമിനാണ് ഗൂഡല്ലൂർ എത്തിയത്. നൈറ്റായിരുന്നു ഫുള്ള് ട്രാവലിങ്. പിന്നെ ഗൂഡല്ലൂരിൽ നിന്ന് മസനഗുഡിക്ക് ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് മോർണിംഗ് 6 മണിക്ക് ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പം ചെക്ക് പോസ്റ്റിലെത്തി അവിടെ കിടന്നുറങ്ങി. മോർണിംഗ് എണീച്ചു, അവിടെ നിന്ന് പോന്നു. ഇപ്പം മസനഗുഡി എത്തി. ജസ്റ്റ് ഒന്ന് ഫ്രഷായി. ഇവിടെ ഒരു വെള്ളത്തിൻ്റെ ഒരു ഡാമിൽ നിന്ന് ഒഴുകി വരുന്നൊരു വെള്ളമുണ്ട് ഇവിടെ. ഇപ്പം കുറച്ച് നേരത്തെ നല്ല ഫോഴ്സ് ആയിരുന്നു, ഇപ്പം ഒന്ന് ഫോഴ്സ് കുറഞ്ഞിട്ടുണ്ട്. ഇത് വരുന്നത് മസനഗുഡി ടൗണിൽ നിന്നൊരു 200 മീറ്റർ ആ ഒരു ടൗൺ ഏരിയ തന്നെയാണ്. ഇവിടെ ഡ്രസ്സ് ഇറക്കാനോ അങ്ങനെയൊക്കെ ആൾക്കാർ വരാറുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ടൗണിലേക്ക് പോയിട്ട് അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഇപ്പം മസനഗുഡി ടൗണിലാണുള്ളത്. ഇനി ഈ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ ഊട്ടി കല്ലട്ടി ചുരം എന്ന് പറഞ്ഞിട്ടുള്ള ചുരം വഴി നമുക്ക് ഊട്ടിയിലേക്ക് എത്താൻ പറ്റും. പിന്നെ ലെഫ്റ്റ് റോഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് മായാർ ഡാം എന്ന് പറഞ്ഞിട്ട് ഒരു റിസർവെയർ ഉണ്ട് അവിടെ. പിന്നെ ഈ റൈറ്റ് കയറി കഴിഞ്ഞാൽ നമുക്കൊരു പവർ സ്റ്റേഷനും ഒരു ഫോറസ്റ്റിനുള്ള കൂടെയുള്ള റോഡാണ്. നമുക്ക് ആദ്യം പവർ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോവാം. നല്ല തിക്ക് ഫോറസ്റ്റാണ്. തിക്ക് ഫോറസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മസനഗുഡി ഭാഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. അതിൻ്റെ നടുവിലുള്ളൊരു ടൗണാണ് ശരിക്കും ഈ മസനഗുഡി ടൗണ്. അപ്പം ഈ റോഡിന് പോയി കഴിഞ്ഞാൽ സാധാരണ ഭാഗ്യം പോലെയാണ് നമുക്ക് ആന, മാന് അങ്ങനത്തെ എനിമൽസിനെയൊക്കെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. അത് ഓരോരോ ടൈമാണ്, ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് എന്തായാലും ഈ ഭാഗത്തേക്ക് പോയി നോക്കാം. മുളയൊക്കെ ഒടിച്ചിട്ടിട്ട് പോയതാണ് തോന്നുന്നു. ചിലപ്പോൾ ഈ ഭാഗത്ത് എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. இங்க என்ன இருக்கு? பவர் ஹவுஸ் இருக்கு. பவர் ஹவுஸ் உள்ள அலோட் பண்ண மாட்டாங்க. யூ டர்ன் போடுங்க, அதுல போய் அங்க போய். ടൗണിൽ നിന്ന്, അതായത് നമ്മൾ ഗൂഡല്ലൂരിൽ നിന്ന് വരുമ്പം മസനഗുഡി ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള റോഡിന് പോയി കഴിഞ്ഞാൽ നമുക്ക് മായാർ ഡാം കാണാം. നമുക്കിനി അടുത്തത് ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കുള്ള റോഡിന് പോയിട്ട് മായാർ ഡാം നമുക്ക് കാണാം. ഇവിടെയൊക്കെ കൂടുതലും മലയാളീസ് തന്നെയാണ്. അതായത് ഈ മലപ്പുറം, അതുപോലെ
അങ്ങനെ ആ ഭാഗത്തു നിന്നൊക്കെ വന്നിട്ട് ഇവിടെ കച്ചവടവും കാര്യങ്ങളും കേട്ടു. ഇവിടെയൊക്കെ നമുക്ക് തമിഴിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല. നോർമലി മലയാളം പറഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും. സംസാരിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എന്ന് സാരം. ഈ റോഡ് ഇങ്ങനെ കുറച്ച് ദൂരം പോകാനുണ്ട്. എനിക്ക് തോന്നുന്നൊരു 8 കിലോമീറ്ററോളം പോകാനുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റ് വരും, റോഡിലേക്ക് എത്തും. ഇപ്പം കടകളും കാര്യങ്ങളൊക്കെയാണ്. ഇത് KCBയുടെ എന്തോ ഓഫീസാണ്. നല്ല രസമുള്ളൊരു ബിൽഡിങ്. ഇതാണ് മായാർ ഡാം. മസനഗുഡിയിൽ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ 9 കിലോമീറ്റർ അടുത്തുണ്ട്. അങ്ങോ ഭാഗത്തേക്കൊക്കെ ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചൊരു ചെക്ക് ഡാമാണ്. നല്ല കാറ്റാണ് ഇവിടെ. നല്ല വെയിലാണ് എങ്കിലും ഒരു തണുത്ത ആ കാറ്റടിക്കുന്നതിനെ കൊണ്ട് ആ വെയിലിൻ്റെ അത്ര ഒരു പ്രശ്നവും ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ മസനഗുഡിയിൽ നിന്ന് നേരെ തെപ്പക്കാട് ഭാഗത്തേക്ക് വന്ന് ഇവിടെ സഫാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മളതൊന്നും എടുക്കുന്നില്ല. ഇന്നലെ കേരളത്തിൽ നിന്ന് തമിഴ്നാട് ബോർഡർ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. അതായത് കോവിഡ് സർട്ടിഫിക്കറ്റോ നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റോ ഒന്നും ചോദിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ നേരെ തെപ്പക്കാട് നിന്ന് ഗുണ്ടൽപേട്ട് ഭാഗത്തേക്കാണ് പോകുന്നത്. പിന്നെ ഇവിടെ തമിഴ്നാട് കർണാടക ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമ്മളെടുത്ത് എന്തെങ്കിലും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റോ എന്തെങ്കിലും ചോദിക്കുമോ എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ നമ്മൾ തമിഴ്നാട് കർണാടക ചെക്ക് പോസ്റ്റിലാണുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി വീഡിയോയുമായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അപ്പോൾ എല്ലാവരോടും ബൈ ബൈ.